നെറ്റ്ഫ്ലിക്സിന്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീനേജ് ടി വി സീരീസ് ഏതെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ പറയും സെക്സ് എഡ്യൂക്കേഷൻ ആണ്. കാര്യം എന്റെ ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീരീസും കൂടിയാണ്. വേറെ ഉണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ ഇവിടെ സെക്സ് എഡ്യൂക്കേഷൻ പറയാൻ കാരണം ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന റിവ്യൂ നെവർ ഹാവ് ഐ എവർ എന്ന് പറഞ്ഞ ടി വി സീരീസിനാണ്. കാര്യം സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ആ ഒരു രീതിയിലല്ല, എന്നാലും വേറെ രീതിയിലാണല്ലോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. കാര്യം മൈത്രി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ ആക്ട്രസ് ഉണ്ട്. അപ്പൊ ആ ഒരു ആക്ട്രസ് ആണ് ഇതിന്റെ സെൻട്രൽ കഥാപാത്രമായ ദേവി വിശ്വകുമാർ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബെൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാറ്റ്സ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് 3 പേർക്കും ഇടയിലുള്ള ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസ് മെയിൻ ആയിട്ട് പറയുന്നത്. പ്രത്യേകിച്ചും ദേവി വിശ്വകുമാർ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിലൂടെയാണ് ഈ സ്റ്റോറി പോകുന്നത്. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിന് നേരിടുന്ന പ്രശ്നങ്ങളും വിഷമങ്ങളും ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോറി പോയിരിക്കുന്നത്. നരേഷൻ ഭയങ്കര കിടിലനായിട്ട് ഈ ഒരു സീരീസിന്റെ എടുത്തേക്കുന്നത്. സ്റ്റോറി ടെല്ലിങ് ഭയങ്കര രസമായിട്ട് നമുക്ക് കേട്ടെങ്കിൽ ഇരുന്നു പോകാം. ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി പറയുന്ന രീതി ഭയങ്കര രസമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അത് പോസിറ്റീവായിട്ട് തോന്നിയ കാര്യം അത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അത് 4 സീസൺ ഉണ്ട്. 3 സീസൺ ആദ്യത്തെ വൺ കിടിലൻ സീസൺ ആണ്. കാര്യം റിപ്പീറ്റ് അടിച്ച് വാച്ച് ചെയ്യാൻ മാത്രമൊക്കെ ഉള്ള ആദ്യത്തെ 3 സീസണിലുണ്ട്. ഭയങ്കര രസമായിട്ടാണ് എടുത്തേക്കുന്നത്. ലാസ്റ്റ് സീസൺ ഞാൻ അത്ര വലിയ ഫാനും കാര്യങ്ങളൊന്നും അല്ല ലാസ്റ്റ് സീസണിന്റെ. കാര്യം സെക്സ് എഡ്യൂക്കേഷൻ ഇറങ്ങിയപ്പോൾ എനിക്ക് എന്താണോ തോന്നിയത്, ഞാൻ പറഞ്ഞായിരുന്നു 4ാമത്തെ സീസൺ അല്ല, സെക്സ് എഡ്യൂക്കേഷന്റെ ലാസ്റ്റ് സീസൺ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. ആ ഒരു സെയിം ഒപ്പീനിയൻ തന്നെയാണ് എനിക്ക് ഇവിടെ ഉള്ളത്. ഇതിലും നന്നായിട്ട് ഇവർക്ക് ഈ ഒരു സീസണിന്റെ ലാസ്റ്റ് എൻഡ് ചെയ്യായിരുന്നു. പക്ഷെ അവര് എന്തോ എനിക്ക് അത്ര പിടിച്ചില്ല. കാര്യം ഇവരുടെ ആ ഒരു സ്കൂൾ കോമ്പൗണ്ടിന് വെളിയിലേക്ക് വന്നിട്ട് കോളേജിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പോകുന്നു. ആ ഒരു പഴയ എൻവയോൺമെന്റ് ഉണ്ടല്ലോ, ഇതുവരെ സീരീസ് കണ്ടുകൊണ്ട് ഇരുന്നോണ്ടിരുന്ന ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് മാറി പുതിയൊരു സ്ഥലമൊക്കെയാണ് സീസൺ 4 കാണിക്കുന്നത്. പുതിയ കഥാപാത്രത്തിനെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതിലും നന്നായിട്ട് അവർക്ക് എൻഡ് ചെയ്യായിരുന്നു. പക്ഷെ ആദ്യത്തെ 3 സീസൺ വൺ കിടലിനാണ്. നിങ്ങൾ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പ്രത്യേകിച്ചും ടീനേജ് സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി. ബാക്കിയുള്ളവരുടെ ഞാൻ കാണാൻ പറയുകയില്ല. അപ്പം കണ്ടിട്ടില്ല കണ്ടു നോക്കുക. ഇത്രയൊക്കെ ഈ വീഡിയോ പറഞ്ഞോളൂ. മറ്റൊരു വീഡിയോ വീണ്ടും